إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, സഗൗരവം ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉത്തമരായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. ആ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും പ്രയത്നിക്കുന്നവരുമാണ്. ഓരോ മനുഷ്യരിലും സന്തോഷം വ്യത്യസ്ത കാരണങ്ങളായിരിക്കും കടന്നു വരിക. ദരിദ്രനായ ഒരാളിലേക്ക് സന്തോഷം കടന്നു വരുന്നത് അദ്ദേഹത്തിൽ ധന്യത വരുമ്പോഴായിരിക്കും. അശക്തനായ രോഗിയായ ഒരാളിലേക്ക് സന്തോഷം കടന്നു വരുന്നത് അദ്ദേഹത്തിന് ആരോഗ്യം ലഭിക്കുമ്പോഴായിരിക്കും. അധികാരമില്ലാത്തവന്, ദുർബലനായി കഴിഞ്ഞു പോകുന്ന ഒരു മനുഷ്യന് ഒരു വേള സന്തോഷം കൊണ്ടുവരുന്നത് അവനിലേക്ക് അധികാരം ലഭിക്കുമ്പോഴായിരിക്കും. ഇങ്ങനെ ഓരോ മനുഷ്യരിലും സന്തോഷം എന്നുള്ളത് വ്യത്യസ്തമായ രീതികളിലൂടെയാണ്, വ്യത്യസ്തമായ കാരണങ്ങളിലൂടെയാണ് സന്തോഷം അവനിലേക്ക് വന്ന് ചേരുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയുടെ സന്തോഷം ഒരിക്കലും ദുനിയാവുമായി മാത്രം ബന്ധപ്പെട്ടതാകരുത്. മറിച്ച് എനിക്ക് ഇവിടെ നിന്ന് സന്തോഷം നൽകുന്ന കാര്യങ്ങളെല്ലാം എന്റെ പരലോകത്തിലും സന്തോഷത്തിനുള്ള കാരണങ്ങളായി മാറേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇൻശിഖാഖിൽ അടുത്തടുത്ത കുറച്ച് ആയത്തുകൾ വിട്ടുകൊണ്ട് മസ്റൂറ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും പരിചിതമായ ആയത്താണത്. ഇന്നഹു കാന ഫി അഹ്ലിഹി മസ്റൂറ. അത് രണ്ടാമതായി ഉപയോഗിക്കുന്ന ഒന്നാണ്. ദുനിയാവിൽ അവനവന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ പരലോകത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് ഇടത് കൈയിൽ മുതുകിലൂടെ അവന്റെ ഗ്രന്ഥം നൽകുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ പരിശുദ്ധ ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് ഇന്നഹു കാന ഫി അഹ്ലിഹി മസ്റൂറ. അവൻ അവന്റെ കുടുംബത്തിൽ ആളുകൾക്കിടയിൽ സന്തോഷവാനായി ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. തിരുത്തലുണ്ടായിരുന്നില്ല. അവനവന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും അവന്റെ എല്ലാ ആഗ്രഹങ്ങളും ദുനിയാവിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. പരലോകത്തിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് അവന്റെ ദുനിയാവിലുണ്ടായിരുന്ന ആ സന്തോഷം പരലോകത്തിൽ അവന് ഉപകാരപ്പെട്ടില്ല. അത് പരലോകത്തിലേക്ക് തുടർത്തുവാനും അവന് സാധിച്ചില്ല.
എന്നാൽ ഈ ആയത്തിന്റെ തൊട്ട് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതരായ ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആളുകൾ. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, ഏറ്റവും എളുപ്പമായ വിചാരണയിലൂടെ അവർ കടന്നുപോകും. വയൻഖലബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവർ അവരുടെ കുടുംബക്കാരുടെ അടുക്കലേക്ക്, തങ്ങളുടെ ആളുകളിലേക്ക് കടന്നു പോകുന്നത്, തിരിച്ചു പോകുന്നത് സന്തോഷവാന്മാരായിക്കൊണ്ടാണ്. കാരണം അവർ പരലോകത്തിലും സന്തോഷകരമായി ഭവിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ദുനിയാവിൽ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. നോക്കൂ നിങ്ങൾ, ഇന്ന് സന്തോഷത്തിനായി മനുഷ്യർ വിവിധ വഴികൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അധാർമികത പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് അധാർമികത പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ട്രെൻഡുകൾക്ക് വയ്യാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയും എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ആസ്വാദനങ്ങളോട് നിങ്ങൾ വല്ലാതെ ഇഷ്ടം കാണിക്കുന്നത് എന്നൊരാളോട്, അങ്ങനെ ചെയ്യുന്ന ഒരാളോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെയും മറുപടി എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിശ്വാസിയുടെ സന്തോഷം ദുനിയാവിലും ആഖിറത്തിലും നിലനിൽക്കുന്നതായിരിക്കണം. അതോടൊപ്പം തന്നെ ആഖിറത്തിനേക്കാൾ ദുനിയാവിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഓരോരുത്തരും അവരുടെ സന്തോഷം കണ്ടെത്തേണ്ടത്. അങ്ങനെയായാൽ ദുനിയാവിലെ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ സന്തോഷത്തിന്റെ വിവിധ കാരണങ്ങൾ, ആ കാരണങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്ക് സന്തോഷമുണ്ടാകും. ഈ ദുനിയാവിനെ മാത്രമാണ് നമ്മൾ കാണുന്നത് എങ്കിൽ, അതിനെ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ, ഒരു വേള അത് നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുന്ന സമയത്ത് അതോടൊപ്പം തന്നെ നമ്മളുടെ സന്തോഷവും പാടേ ഇല്ലാതെയാകും. എന്നാൽ ആഖിറത്തിലേക്കാണ് ഞാൻ എന്റെ സന്തോഷത്തെ കൂടുതലും ഇറക്കി വെക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ മനസ്സിനകത്തുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ഒരു പ്രയാസവും നമ്മളെ ബാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം ജനിക്കുന്നത് യതീമായിക്കൊണ്ടാണ്. പിതാവ് മരണപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. ഓരോ സന്ദർഭത്തിലും നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഓരോ സന്ദർഭത്തിലും അവലംബമായിരുന്ന ഓരോരുത്തരായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങി പോകുന്നുണ്ട്. 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു പോകുന്നുണ്ട്. 10-ാമത്തെ വയസ്സിൽ അതുവരെ എല്ലാ രീതിയിലുമുള്ള അവലംബമായിരുന്ന, എല്ലാ രീതിയിലും തണൽ നൽകിയിട്ടുണ്ടായിരുന്ന അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു പോകുന്നുണ്ട്. പിന്നീട് കാലങ്ങൾ ഏറെ കഴിയുന്ന സമയത്ത് തൗഹീദ് പ്രചരിപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ നാട്ടിലുണ്ടായിരുന്ന ആളുകൾ വിളിച്ചിരുന്ന ആ സൽപേര് മാറ്റി വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. 53 വർഷക്കാലം അദ്ദേഹം ജീവിച്ചിരുന്ന ആ മക്കയിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമാകുമെന്ന് വിചാരിച്ചിരുന്ന ആൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നുണ്ട്, മരണപ്പെട്ടു പോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 63-ാമത്തെ വയസ്സിൽ മരണപ്പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ബാക്കി ഉണ്ടായിരുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമായിരുന്നു. 7 മക്കളിൽ 6 പേരും അദ്ദേഹത്തിന് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നിട്ട് പോലും ഏറ്റവും സംതൃപ്തമായി മരിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ സന്തോഷം പരലോകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരുന്നു. ആ കടന്നു വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കിടക്കയിൽ കിടക്കുകയാണ്. ആ കിടക്കയുടെ രീതി നമുക്കറിയാം. ഈന്തപ്പന നാരുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള കിടക്കയാണ്. ആ കിടക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണീറ്റിരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ ശരീരത്തിൽ ആ ഈന്തപ്പന നാരിന്റെ അടയാളങ്ങൾ കാണുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് കണ്ണുനീര് പൊഴിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖത്താബിന്റെ മകനെ ഉമറെ, എന്തിനാണ് നീ കരയുന്നത് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്ന മറുപടിയുണ്ട്. താങ്കൾ കിടന്നിട്ടുള്ള കിടക്കയുടെ അടയാളം താങ്കളുടെ ശരീരത്തിലുണ്ട്. താങ്കളുടെ വസ്ത്രത്തിന്റെ ആ ഒരു പെട്ടി നോക്കുന്ന സമയത്ത്, വസ്ത്രം വെക്കുന്ന സ്റ്റോറേജ് ബോക്സ് നോക്കുന്ന സമയത്ത് അതിനകത്തും ധാരാളം വസ്ത്രങ്ങളൊന്നുമില്ല. എന്നാൽ താങ്കളെക്കാൾ മനോഹരമായി കിസ്ര കൈസർ ചക്രവർത്തിമാരെ ജീവിക്കുന്നുണ്ട്.
അത് കണ്ടപ്പോ എന്റെ മനസ്സിന് വല്ലാത്ത സങ്കടമായി, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയിട്ടുള്ളത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിക്കുന്ന ഒരു വാക്കുണ്ട്, അലാ തർല അമാ തർല അൻ തകൂന ലനാ അൽ ആഖിറ വലഹും അദ്ദുന്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് ആഖിറത്തിൽ തരികയും അവർക്ക് ദുനിയാവിൽ മാത്രമായി അത് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നതിൽ ഉമറെ നിനക്ക് തൃപ്തിയില്ല എന്ന് ചോദിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു സമാധാനം കടന്നു വരുന്നത്. അതായത് ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോൾ തന്നെ ആസ്വദിച്ചു കൊള്ളണമെന്നില്ല, മറിച്ച് നമ്മൾ അത് പരലോകത്തേക്ക് മാറ്റിവെക്കേണ്ടതുണ്ട് എന്നുള്ള സന്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസം, പരലോകത്തിലാണ് എന്റെ സന്തോഷത്തിന്റെ പാരമ്യം ഉണ്ടാകേണ്ടത് എന്നുള്ള വിശ്വാസം നമ്മളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും നമ്മളെ ബാധിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, നമ്മൾ ഇന്നിവിടെ സുഖകരമായി ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് ജുമാ നമസ്കരിക്കുന്ന സമയത്തും അതിനായി ഒരുമിച്ച് കൂടുന്ന സമയത്തും ഇത്ര സുഖകരമല്ലാത്ത സാഹചര്യങ്ങളിൽ നമസ്കാരം നിർവഹിക്കുന്ന, ഏത് സമയവും നമ്മളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭീതിയിൽ കഴിയുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, അവർ സന്തോഷം കണ്ടെത്തുന്നത് പലപ്പോഴും അള്ളാഹുവിനെ ഷഹീദായി കണ്ടുമുട്ടും എന്നുള്ള ആഗ്രഹത്താലാണ്. അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിന് സന്തോഷത്തോടു കൂടി സൂക്ഷിച്ചു വെക്കുന്ന ധാരാളക്കണക്കിന് വാർത്തകളും സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് വലിയ പണ്ഡിതനാണ് അദ്ദേഹം. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹം ആളുകളോടായി, തന്റെ ശിഷ്യന്മാരോടായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, എന്റെ അവർ ജയിലിലാക്കുകയാണെങ്കിൽ എനിക്ക് അള്ളാഹുവിലേക്ക് ഒറ്റയ്ക്കിരിക്കുവാനുള്ള അവസരമാണത്. ഇനി അവരെന്നെ കൊല്ലുകയാണെങ്കിൽ അത് ഷഹാദത്തായി പരിണമിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നിട്ടോ അവർ ഈ നാട്ടിൽ നിന്ന് എന്നെ ഓടിക്കുകയാണെങ്കിൽ, നാട് കടത്തുകയാണ് എങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് യാത്ര പോകാനുള്ള ഒരു അവസരമായി ഞാൻ എടുക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായി വന്നു ഭവിക്കുമെന്ന് ഓരോരുത്തരും വിശ്വസിക്കുന്ന കാര്യമാണ്. പക്ഷേ പരലോകത്തെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് അള്ളാഹുവുമായി ബന്ധപ്പെടുത്തി തങ്ങളുടെ ആഗ്രഹങ്ങളെ അള്ളാഹുവുമായി ബന്ധപ്പെടുത്തുന്ന സമയത്ത് സഹോദരങ്ങളെ, ഏത് പ്രയാസങ്ങളെയും മറികടക്കുവാൻ ഒരു മനുഷ്യന് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്താണ്? ഒന്ന് ഹിദായത്താണ്. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നില്ലേ, ആരെങ്കിലും എന്റെ ഹിദായത്തിനെ പിന്തുടരുന്നുവെങ്കിൽ, ഞാൻ തെളിച്ചിട്ടുള്ള മാർഗത്തെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നിട്ടുള്ള മാർഗത്തെ ആരെങ്കിലും പിന്തുടരുന്നുണ്ട് എങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് എല്ലാ ഭയത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കം ചെയ്യും. എല്ലാതരം ദുഃഖങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കം ചെയ്യും. നോക്കൂ നിങ്ങൾ, നമ്മൾക്ക് പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട്. ആ സന്ദർഭത്തിൽ സന്തോഷം തേടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച വഴികളിലേക്കാണ് നമ്മൾ പോകുന്നത് എങ്കിൽ ആ വഴികളിൽ നിന്ന് തിരിച്ചു വരുമ്പോ സഹോദരങ്ങളെ, ഉള്ള സമാധാനവും നമുക്ക് ഉണ്ടാവുകയില്ല. അങ്ങനെ അള്ളാഹു നൽകിയിട്ടുള്ള ആ ഹിദായത്തിൽ നിന്ന് സന്തോഷം തേടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈമാനുള്ളവരായി മാറേണ്ടതുണ്ട്. ആ ഈമാനുള്ള ആളുകളായി നമ്മൾ മാറുന്ന സമയത്ത് ഏത് പ്രശ്നങ്ങളും സഹോദരങ്ങളെ നമ്മളെ ബാധിക്കുകയില്ല. രണ്ടാമത്തത്, മറ്റുള്ളവർ സന്തോഷം തേടാത്ത കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം തേടുവാൻ വേണ്ടി സാധിക്കും. നോക്കൂ നിങ്ങൾ, പലപ്പോഴും പല ആളുകളും വാർദ്ധക്യം ബാധിച്ച ആളുകളെ തീരെ പരിഗണിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ്? അവരെ പരിഗണിച്ചാൽ നമ്മളുടെ സന്തോഷം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. 200-ലേറെ വൃദ്ധസദനങ്ങളുള്ള ഒരു സംസ്ഥാനത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? സ്വന്തം മാതാപിതാക്കളെ, അതല്ലെങ്കിൽ വാർദ്ധക്യമായിട്ടുള്ള ആളുകളെ അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുചെന്നാക്കുന്നത് എന്ന് ചോദിച്ചാൽ സ്വന്തം സന്തോഷം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ സന്തോഷം ഹിദായത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഉണ്ടാകുന്നത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യം ബാധിച്ച മാതാവും പിതാവും സന്തോഷത്തിനുള്ള വകയാണ്. വാർദ്ധക്യം ബാധിച്ച ഒരാൾ വീട്ടിനകത്തുണ്ട് എങ്കിൽ അവരിലൂടെ സന്തോഷം കണ്ടെത്തുവാനുള്ള, സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഇവരിലൂടെ സാധിക്കുമെന്നുള്ള സന്തോഷം ലഭിക്കുവാനുള്ള സന്ദർഭങ്ങളാണത്. അതാണ് ഹിദായത്തിലൂടെ
സന്തോഷം നേടുവാൻ നമുക്ക് സാധിക്കണം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള സന്തോഷം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അൽ ഈമാനു ബിൽ ഖദർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഖദറിൽ വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത്. ചിലതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചേക്കാം, ഇല്ലാതെയാക്കിയേക്കാം, തിരിച്ചു പിടിച്ചേക്കാം, പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. അങ്ങനെയുള്ള ആ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഇത് എന്നെ സ്നേഹിക്കുന്ന എന്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുള്ളതാണ് എന്നും അതിനെ മറികടക്കുവാൻ എന്റെ മനസ്സിലേക്ക് കൃത്യമായ വിശ്വാസം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നുമുള്ള ചിന്ത നമ്മളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അതാണ് വിശ്വാസത്തിലൂടെ സന്തോഷം സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അതല്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ, സന്തോഷത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്ന സമയത്തുള്ള ഒരു പ്രയാസം സഹോദരങ്ങളെ, ഒരിക്കലും ഒരു കാര്യത്തിൽ തൃപ്തി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ലഹരിയിൽ അടിമപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലാഹു ഹറാമാക്കിയിട്ടുള്ള ആസ്വാദനത്തിലേക്ക് സന്തോഷത്തിന് വേണ്ടി കടന്നു പോകുന്ന സമയത്ത് അവിടെയുള്ള ഏറ്റവും വലിയ പ്രയാസങ്ങളിലൊന്ന് ഒരിക്കലും അതിൽ തൃപ്തിപ്പെടാതെ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാൻ നമ്മളുടെ മനസ്സ് വല്ലാതെ നമ്മളെ കുതിപ്പിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതിനാൽ തന്നെ പരലോകത്തിൽ സന്തോഷകരമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും ആ സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച വഴികളിലൂടെ ആക്കി തീർക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികൾ തേടുന്ന സമയത്ത് ആ സന്തോഷം പരലോകത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട വഴികളിലൂടെ മാത്രമാണ് സന്തോഷം തേടേണ്ടത്. സന്തോഷം നിലനിർത്താനുള്ള പ്രധാനപ്പെട്ട വഴികളിൽ ഒന്ന് അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മആരിജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അക്ഷമനായിക്കൊണ്ടാണ്. ഫഇദാ മസ്സഹുൽ ഖൈറു മനൂഅ. ആ മനുഷ്യന് ഒരു ഖൈർ വന്നു, വഇദാ മസ്സഹു ശർറു ജസൂഅ. ഏതെങ്കിലും ഒരു ഷർറ് അവന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ആകെ അസ്വസ്ഥനാകും. അതോടൊപ്പം തന്നെ ഒരു ഖൈർ വന്നു കഴിഞ്ഞാൽ അവൻ അത് തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും. അവന്റെ പ്രവർത്തനങ്ങൾ ഒക്കെ ആ ഖൈർ തടയുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നുണ്ട്. ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്ന ആളുകളാണ്. തുടർന്ന് അങ്ങോട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ആരാധനകളെ കുറിച്ചാണ് ആ ഒരു ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. സഹോദരങ്ങളെ, ഈ അള്ളാഹുവിനോടുള്ള അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ സന്തോഷം പരലോകത്തിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ പരലോകത്തിൽ ആളുകൾ സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്ന ശേഷം അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുന്ന ഒരു കാര്യം പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹി ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ, നീ ഇതിലേക്ക് ഞങ്ങളെ നയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഈ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുമായിരുന്നില്ല. ഇതിലേക്ക് നയിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയുമെന്ന് സ്വർഗത്തിൽ എത്തിച്ചേരുന്ന ഒരു മനുഷ്യൻ പറയുന്നതായിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഒരു സന്തോഷം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുകയും നമ്മളുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷകരമായ ജീവിതം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ദുനിയാവിലെ സന്തോഷം പരലോകത്തിൽ നിലനിർത്തുവാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളിലും ഇണകളിലും നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. ധാരാളക്കണക്കിന് ആളുകൾ രോഗികളായി നിൽക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണമേ റബ്ബേ. ആ രോഗത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തമായ ഈമാൻ നൽകി അള്ളാഹുവെ അവരെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്.
അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ റബ്ബേ. ഗസയിൽ നിന്നും ഫലസ്തീനിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വീണ്ടും പ്രയാസകരമായ വാർത്തകളാണ്. അല്ലാഹുവേ ആ നാട്ടിൽ നീ സമാധാനം നിലനിർത്തി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ അവരെ നീ സ്വതന്ത്രരാക്കണമേ റബ്ബേ. അവർക്ക് നീ വിജയം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. നമുക്ക് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ ലോക മുസ്ലിങ്ങൾക്ക് വളരെ കൃത്യമായ ദിശാബോധം നൽകിയിട്ടുണ്ടായിരുന്ന പണ്ഡിതനായിരുന്നു അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ പാപങ്ങൾ അല്ലാഹു നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. നാളെ പരലോകത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകളെ നരകത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കുമാക്കി തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആനയിക്കപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين.